Everyone, welcome back to my new video. ഇന്ന് ഡേ 3 in സിംഗപ്പൂരാണ്. ഇന്ന് നമ്മൾ മെട്രോ പിടിച്ചിട്ട് സിംഗപ്പൂർ സൂവിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി സിംഗപ്പൂർ സൂവിലേക്ക് പോകുന്നത് മെട്രോ എടുത്തിട്ടാണ്. സോ നമ്മുടെ അവിടെ നിന്ന് ക്ലോസസ്റ്റ് മെട്രോ എന്ന് പറയുമ്പോൾ ചൈന ടൗൺ മെട്രോ സ്റ്റേഷനാണ്. സോ ചൈന ടൗൺ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ധോബി ഗോട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് മെട്രോ പിടിച്ചത്. സോ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നമ്മളൊരു ബസ് എടുത്ത് നമ്മൾ സിംഗപ്പൂർ സൂവിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ ഒരു ടാക്സി എന്ത് വേണമെങ്കിലും എടുക്കാം. സോ ധോബിക്കോട്ട് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് സ്റ്റേഷൻസ് കഴിഞ്ഞിട്ടായിരുന്നു. സോ എന്തായാലും പോകുന്ന ഒരു മെട്രോ റൈഡ് നല്ല രസമുണ്ടായിരുന്നു. കാരണം നേച്ചർ സൈഡ് ഓഫ് സിംഗപ്പൂർ നമുക്ക് കാണാൻ പറ്റി. കാരണം നമ്മൾ താമസിച്ചിരുന്ന സിറ്റി സെൻറ്റർ സൈഡിലായിരുന്നു. സോ എന്തായാലും ഇതായിരുന്നു നമ്മുടെ മെട്രോ റൈഡ്. അതിനുശേഷം നമ്മൾ എത്തി ധോബിക്കോട്ട് സ്റ്റേഷനിൽ. അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ബസ്സിനെ വെയിറ്റ് ചെയ്തു. പിന്നെ ബസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓടിപ്പോയിട്ടോ. സോ ബസ്സിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ ഈ ഈസി ലിങ്ക് കാർഡ് ടാപ്പ് ചെയ്യണം. അത് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ളൊരു സീറ്റ് പിക്ക് ചെയ്തു. പിന്നെ നമ്മൾ പോയത് നേരെ സൂവിലേക്കായിരുന്നു. ഞങ്ങൾ സിംഗപ്പൂർ സൂവിൽ എത്തിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ് നേരെ പോയത്. സോ ഇവിടെ ആക്ച്വലി ടിക്കറ്റ് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് സ്ഥലങ്ങളാണ്. ബേസിക്കലി ഇപ്പോൾ നമുക്ക് ലാൻഡ് ആനിമൽസിനെ വേണമെങ്കിൽ അങ്ങനെ ടിക്കറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ അക്വാട്ടിക് ആനിമൽസിന് വേറെ ടിക്കറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്കറ്റ്സ് ഇവിടെ എടുക്കാം. അല്ലെങ്കിൽ നൈറ്റ് സഫാരിക്ക് ടിക്കറ്റ് എടുക്കാം. സോ ഇതെല്ലാം കൂടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമ്മൾ കൂടുതൽ ഈ ലാൻഡ് ആനിമൽസും കാര്യങ്ങളും കാണാനുള്ള ഒരു ടിക്കറ്റാണ് എടുത്തത്. സോ പോകുന്ന വഴി ഫസ്റ്റ് നമ്മളിങ്ങനെ കുറച്ച് ആനിമൽസിനെ കണ്ടു. അതിനുശേഷം ഈ ഒരു ബേർഡ്സും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിങ്ങനെ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ കാണാത്ത കുറച്ച് ആനിമൽസിനൊക്കെ കണ്ടു. ലൈക്ക് ഇപ്പോൾ കാണുന്നത് ഓട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ആനിമലാണ്. അത് മുമ്പ് നമ്മൾ കാണാത്തൊരു ആനിമലായിരുന്നു. സോ അങ്ങനെ കുറച്ച് ആനിമൽസിനൊക്കെ കണ്ടു. സോ അത് നിങ്ങളും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളും ഇതൊക്കെ ഒന്ന് കണ്ടോ. നമ്മളങ്ങനെ കുറേ ഒറാങ്കുട്ടാൻസിനെയും കുറേ ടൈപ്സ് ഓഫ് ആനിമൽസിനും കാര്യങ്ങളൊക്കെ കണ്ടു. മെയിനായിട്ട് കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇങ്ങനത്തെ ഈ ഒരു മങ്കി സ്പീഷീസ് ആയിരുന്നു. മങ്കി എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് കുറേ മങ്കീസും അല്ലത് ഒറാങ്കുട്ടാൻസ്, ചിമ്പാൻസീസ്, ഗിബോൺസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. സോ അതൊക്കെ കണ്ടതിന് ശേഷം കുറച്ച് തടന്ന് നമ്മൾ ക്ഷീണമായപ്പം നമ്മൾ ട്രാമിൽ കയറി. സോ ഈ ട്രാം റൈഡ് ആക്ച്വലി സൂവിൻ്റെ അകത്ത് കയറിയ പിന്നെ ഫ്രീ ആണ്. സോ ഇത് ആക്ച്വലി ഫുൾ സൂവിന് നമുക്കൊരു ജസ്റ്റ് ഇങ്ങനെ അത് ഓടിച്ച് ഫുള്ള് കാണിക്കും. സോ ഓരോ സ്ഥലത്തും ചില സ്ഥലങ്ങളിൽ ഐ തിങ്ക് എല്ലാ സ്ഥലത്തും അല്ല, ബട്ട് കുറേയൊക്കെ സ്ഥലങ്ങളിൽ അവർ ജസ്റ്റ് ഒന്ന് നിർത്തും. കാരണം നമുക്ക് അവിടുത്തെ ആനിമൽസിനും കാര്യങ്ങളൊക്കെ കാണാം. സോ ഇപ്പോൾ ഇവിടെ നമ്മളിത് ആക്ച്വലി എന്താണെന്ന് അറിയില്ലായിരുന്നു, ഹൈനാസ് ആണെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ഡോഗ്സ് ആയിരുന്നു കേട്ടോ. സോ അതിന് ശേഷം നമ്മൾ വീണ്ടും ട്രാമിൽ കയറി. പോകുന്ന വഴി കുറച്ച് സീബ്രാസും ജിറാഫ്സും ഒക്കെ നമ്മൾ കണ്ടു. സോ അതിനുശേഷം പിന്നെ നമ്മൾ ട്രാം കുറച്ച് നേരം ജസ്റ്റ് ഇതിൽ തന്നെ പോയി. കാരണം നമുക്ക് ആകെ ക്ഷീണമായിരുന്നു. സോ അങ്ങനെ പോയ സമയത്താണ് നമ്മൾ ഈ കിഡ്സ് വേൾഡ് കണ്ടത്. സോ അവസാനം നമുക്ക് കിഡ്സ് വേൾഡിൽ കൂടിയും പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ട്രാം റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഇതിൽ റോപ്പ് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഫീസും കാര്യങ്ങളൊക്കെ പേ ചെയ്യണം. അതൊന്നും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ഒന്നുമില്ല. സോ അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ആംഫി തിയേറ്ററിലേക്കാണ് പോയത്. ഇത് ആക്ച്വലി ഷോ ഫൗണ്ടേഷൻ ആംഫി തിയേറ്ററാണ്. സോ ഇവിടെ ബേസിക്കലി ഈ ഒരു സൂവിൽ ഓരോ ഷോസ് നടക്കും. ഐ തിങ്ക് ഒരു 2 to 3 അല്ലെങ്കിൽ 2 ഷോസാണ് ഒരു ദിവസം നടക്കുന്നത്. സോ അത് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഫസ്റ്റ് ഉണ്ടായിരുന്നത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ആനിമൽസിൻ്റെ ഷോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വേറൊരു ഷോ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ച് അക്വാട്ടിക് ആനിമൽസിനും കാര്യങ്ങളും ഷോ ആണ്. സോ ഇപ്പോൾ ഈ ഒരു ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത കുറേ ടൈപ്സ് ഓഫ് ആനിമൽസിലുള്ള ഷോ ആയിരുന്നു. സോ ബേസിക്കലി ഓരോ ആനിമൽസിന് ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ബട്ട് ഈ ആനിമൽസ് നമ്മൾ പുതിയത് കാണാത്ത ടൈപ്പ് ഓഫ് ആനിമൽസാണ്. ഇവിടെയാണ് ആദ്യമായിട്ട് ഈ ആനിമൽസിനൊക്കെ കണ്ടിരുന്നത്. സോ ഈ ഷോ ഒക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഫ്രീ ആണ്. അതിന് നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനം അവരിങ്ങനെ ഒരു സ്നേക്കിനൊക്കെ കാണിച്ചു കേട്ടോ. അതിനെ കണ്ടപ്പോൾ ലൈക്ക് കുറച്ചൊക്കെ പേടിയായി. പിന്നെ വേറൊരു ആനിമൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കറക്റ്റായിട്ട് വേസ്റ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് ബിന്നിലേക്കൊക്കെ ഇടുന്നുണ്ടായിരുന്നു. സോ അവസാനമായപ്പോൾ നല്ല തിരക്കായി. കാരണം ഈ ഒരു പാമ്പിനെ തൊടാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി അത് തൊടാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നല്ല തിരക്കായിരുന്നു അവസാനം. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഫ്ലെമിംഗോസും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. സോ കുറേ ടൈപ്പ് ഓഫ് ആനിമൽസ് നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതിന് ശേഷമാണ് അവർ ഈ മെക്കൗസിനൊക്കെ പറക്കാൻ വിട്ടു. സോ കുറേ മെക്കൗസൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുമായിരുന്നു. ആകെ അവിടെ ഫുള്ള് പറന്ന് നല്ല രസമായിരുന്നു കേട്ടോ.
പിന്നെ അതിനുശേഷം പോയത് കുറച്ച് എലിഫൻസിനെ കാണാനായിരുന്നു കേട്ടോ. സോ ജോസുവിന് ആക്ച്വലി എലിഫൻസിനെ ഭയങ്കര ഇഷ്ടമായി. അവൻ ആനാന്നൊക്കെ വിളിച്ചു തുടങ്ങി, കാരണം നമ്മൾ ആ വാക്ക് പഠിപ്പിച്ചിരുന്നു. സോ അതിനുശേഷം നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ആനൊക്കെ ഫുഡ് കഴിക്കുന്ന അവിടെ ഇരിക്കാൻ പറ്റും, അപ്പോൾ അവിടെ ഇരുന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നടന്ന അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ബ്രിഡ്ജ് പോലെ ഈ സാധനം ക്രോസ് ചെയ്തത്. സോ ഇവിടെ ആക്ച്വലി ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാം, അതുകൂടാതെ നമുക്ക് ആനകളെയും കാണാം. അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കണ്ടത്. ഇപ്പോൾ നമ്മളുള്ളത് മറ്റേ എലിഫൻറ്റ്സ് ഓഫ് ഏഷ്യയിലാണ്. ഇനി ഇവിടെ നമ്മൾ കുറച്ച് നടന്ന് വേറെ ആനിമൽസിനെയും കിഡ്സ് സോണിലേക്കൊക്കെ പോകാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആക്ച്വലി ഈ സൂവിൽ കുറേ ടൈപ്സ് ഓഫ് പ്ലേസസ് ഉണ്ട്, ലൈക്ക് ഈ എലിഫൻറ്റ്സ് ഓഫ് ഏഷ്യ, പിന്നെ ആഫ്രിക്ക, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ആനിമൽസ് വേറെ വേറെ സ്ഥലങ്ങളിൽ എന്നുള്ള രീതിയിൽ അവരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയത് ഇവിടെ കുറേ പെൻഗ്വിൻസിനെയും കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് വെച്ച ഒരു ഈസിയുള്ളൊരു സ്ഥലത്തായിരുന്നു നമ്മൾ പോയത്. സോ അതിന് ശേഷം പിന്നെ ഇവിടെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ടൈഗേഴ്സിനെ ഒക്കെ കാണാമെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ലെപ്പേർഡ്സിനെ കണ്ടത്. സോ അതിന് ശേഷം വീണ്ടും നടന്നു, കുറേ ആനിമൽസിനൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഈ ആനിമലിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജിറാഫ്സിനെ കണ്ടു, അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വേറെ ആനിമൽസിനും കാര്യങ്ങളൊക്കെ കാണാൻ പോയി. അപ്പോഴേക്കും ഈ സ്പ്ലാഷ് സഫാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ തുടങ്ങി. സോ ഈ സ്പ്ലാഷ് സഫാരിയിൽ നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഈ അക്വാട്ടിക് ആനിമൽസ്, നമുക്ക് അറിയാത്ത കുറച്ച് ആനിമൽസൊക്കെ കാണാൻ പറ്റിട്ടോ. സോ ഇതാണ് ടിയാഗോ, ഇതൊരു സീ ലൈനാണ്. സോ ഈ സീ ലൈൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് കുറേ ടൈപ്സ് ഓഫ് ട്രിക്സും കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സോ അതുകൂടാതെ ഇത് നമ്മളോടിപ്പോൾ അത് വല്ല ട്രിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കൈ ക്ലാപ്പ് ചെയ്ത് കാണിക്കും, നമ്മളോട് ക്ലാപ്പ് ചെയ്യാനും പറയും. സോ ഈ ആനിമൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ട്രിക്ക് ചെയ്യുമ്പോഴും ഇവിടുത്തെ ആൾക്കാർ അതിന് ഫുഡ് കൊടുക്കും. സോ ഇതിൻ്റെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ വേറെ ടൈമിങ്സിൽ വേറെ ദിവസങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ പോകുന്ന ദിവസം വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ബട്ട് ജനറലായിട്ട് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ എഴുതി കാണിക്കാം. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു സീ ലയൺ ക്ലാപ്പ് ചെയ്യുന്നുള്ളത്. സോ അത് പറഞ്ഞിട്ട് അപ്പോൾ അത് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുമ്പോൾ അതിന് സന്തോഷമാണ്. കൂടാതെ ഇവർ സീലും സീ ലൈനും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. കാരണം കാണുമ്പോൾ സീലും സീ ലൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സോ അതിൻ്റെ ഡിഫറൻസസും കാര്യങ്ങളും കൂടിയും പറഞ്ഞു തന്നിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ പോയത് കുറച്ച് കാട് പിടിച്ചിട്ട് സ്ഥലത്തേക്കായിരുന്നു. സോ നമുക്ക് പോകണമെന്നുള്ളൊരു റിസ്ക് എടുത്ത് പോകണമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം അവിടെ ആരും നമ്മൾ പോകുന്നത് കണ്ടിരുന്നില്ല കേട്ടോ. പക്ഷെ പോയപ്പോൾ ആക്ച്വലി നല്ല വർത്ത് ഇറ്റ് ആയിരുന്നു, കാരണം കുറേ ടൈപ്സ് ഓഫ് ബേർഡ്സിനെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നടക്കുന്ന റോഡിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു, അതുകൂടാതെ കുറേ ഈ മരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. സോ നല്ല രസമായിരുന്നു, കുറേ ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് ഈ റോഡിൽ തന്നെ കുറേ ടൈപ്സ് ഓഫ് ബേർഡ്സും ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു എന്ന്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ഇങ്ങനെ ഈ ഒരു ബ്ലൂ ഒരു ആനിമൽ അത് നമ്മൾ മുമ്പ് കാണാത്തതായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ റാക്കൂൺസ് എല്ലാം കൂടി ഒരുമിച്ച് റോഡിൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ. സോ അത് കണ്ടപ്പോൾ നമുക്ക് ആക്ച്വലി കുറച്ച് പേടിയായി, പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഈ റാക്കൂൺസ് എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടി ഒരു പാക്കായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. സോ ഇങ്ങോട്ട് ആക്ച്വലി നല്ല വർത്തിട്ടായിരുന്നു, ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ഫുള്ള് കണ്ടു കഴിഞ്ഞ് ഒരു 6:30 ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ നൈറ്റ് സഫാരിയാണ്, 7:30 നൈറ്റ് സഫാരിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ക്ലോസ് ആയി. ഇപ്പോൾ ആൾക്കാരൊക്കെ മറ്റേ നൈറ്റ് സഫാരിക്ക് ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ ഉള്ളത്. സഫാരിയും ലാൻഡായിട്ടുള്ള ആനിമൽസിന് കൂടിയിട്ടുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് നമുക്ക് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാം. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ പോയാൽ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം. സോ നമ്മൾ നൈറ്റ് സഫാരിയുടെ ഏരിയയിലേക്ക് എത്തിയിട്ട് നമ്മൾ കുറച്ച് ഡിന്നർ കഴിച്ചിട്ട് നൈറ്റ് സഫാരിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഒരു 6:30-7 ആയി, പക്ഷേ നമുക്ക് ഓൾറെഡി കുറച്ച് വിഷന് കൊണ്ടിരുന്നു, കാരണം നടന്ന് കുറേ ആനിമൽസിനെ കണ്ടു കേട്ടോ. പിന്നെ ഇവിടെയും ആക്ച്വലി ഇങ്ങനെ കുറച്ച് ഷോസ് ഉണ്ടായിരുന്നു. സോ ഇത് ആക്ച്വലി ഇങ്ങനെ നൈറ്റ് ആനിമൽസിൻ്റെ ഒരു ഷോ ആയിരുന്നു. സോ ഇതിന് ആക്ച്വലി നിങ്ങൾ വേറെ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നൈറ്റ് സഫാരിക്ക് ഓൾറെഡി പേ ചെയ്ത് ആ സ്ഥലത്തേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ ഈ ഷോവിന് കൂടുതൽ പേ ചെയ്യേണ്ട. പക്ഷെ നമ്മൾ ഈ ഓൺലൈൻ വഴി ജസ്റ്റ് ഇതൊന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മതി. അത് അവിടെ എത്തിയതിന് ശേഷം അവർ ബുക്ക് ചെയ്യാനുള്ളൊരു QR കോഡ് തരും, അത് വെച്ച് നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇതൊരു നൈറ്റ് ആനിമൽസിൻ്റെ ഷോ ആയിരുന്നു, നല്ല ആക്ച്വലി ഇതൊരു രസമുള്ള ഷോ ആയിരുന്നു. അതിന് ശേഷമായിരുന്നു നമ്മുടെ സഫാരി. സോ നമ്മൾ ഷോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. സോ ഇത് കാണാൻ നല്ല കൂളായിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒരു ആനിമൽ അതിൻ്റെ ഫോട്ടോ തന്നെ ഒരു ക്യാമറയിൽ എടുത്തു. സോ അപ്പോഴേക്ക് നമ്മുടെ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. സോ നമ്മൾ ഷോ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിരക്കൊക്കെ ആയി ട്രാം കിട്ടാൻ. സോ 2-3 പ്രാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രാമൊക്കെ കിട്ടി. സോ ട്രാമിൻ്റെ അകത്ത് കയറി ബേസിക്കലി നമ്മൾ നൈറ്റ് സഫാരിക്കുള്ള ട്രാമായിരുന്നു അത്.
സോ നൈറ്റ് സഫാരിയിൽ നമ്മൾ ട്രാമിൽ പോകുമ്പം ആക്ച്വലി കുറേ ആനിമൽസിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ അതൊക്കെ ക്യാമറയിൽ ലൈക്ക് ഫ്ലാഷ് ഇട്ട് കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം മറ്റാൾക്കാർക്കും ഒരു ഡിസ്റ്റർബൻസ് ആണ്, ആനിമൽസിനും ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവുമല്ലോ. സോ ലൈക്ക് ഈ ഡിയേഴ്സൊക്കെ നമ്മുടെ അടുത്തിൽ കൂടെ തന്നെ ഡിയറും കാര്യങ്ങളൊക്കെ പോയിരുന്നു. സോ അത് കാണുമ്പോൾ കുറച്ച് പേടിയാവും, പക്ഷെ എന്നാലും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ ബൈ.